ഇന്ന് ജാനുവരി 7 പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് തരുന്ന വചനം ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ആവശ്യമായ വചനമാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ മുഴുവനായി നിങ്ങൾ പങ്കെടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റാറ്റസ് ആക്കാനും മറക്കരുത്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ജാനുവരി 30 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന താമസിച്ചുള്ള ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടത്തുകയാണ്. ജെഫിൻ ബ്രദറാണ് നയിക്കുന്നത് ശക്തീകരണ ധ്യാനം. ഈ കാലഘട്ടത്തിൽ, ഈ പുതുവർഷത്തിൽ പുതിയ ശക്തിയും പുതിയ അഭിഷേകവും ദൈവത്തിന് പുതിയ കൃപകൾ സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ കേട്ടാൽ മാത്രം പോരാ, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വ്യക്തമായിട്ട് ബുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി തരുന്ന വചനം ഇതാണ്: കർത്താവാണ് കൂടെ വരുന്നത്, അവിടെ നിന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയില്ല. നിയമാവർത്തനങ്ങളുടെ പുസ്തകം 31 അധ്യായം 6 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവാണ് കൂടെ വരുന്നത്. അതായത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ, കർത്താവ് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടില്ല, ഒരിക്കലും പരാജയപ്പെടില്ല. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകാനോ തകർന്നു പോകാനോ, എന്തിന് നശിച്ചു പോകാനോ ദൈവം അനുവദിക്കില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ കൂടെ വരുന്നതാരാ? കർത്താവാ. നമ്മുടെ കൂടെ ഉള്ളതാരാ? കർത്താവാ. നമ്മുടെ കൂടെ നിൽക്കുന്നതാരാ? കർത്താവാണ്. എന്നാൽ മറ്റൊരു വശവും കൂടിയുണ്ട്. കർത്താവല്ലാതെ മനുഷ്യരാണെങ്കിലോ, മനുഷ്യരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെങ്കിലോ, മനുഷ്യരാണ് നമ്മുടെ ഒപ്പം വരുന്നതെങ്കിലോ, മനുഷ്യരാണ് നമ്മോട് വാക്ക് പറയുന്നതെങ്കിലോ, ബാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അനുഭവം എത്ര പേർക്കുണ്ട്? കമൻറ്റ് ചെയ്യണം കേട്ടോ. മനുഷ്യരെ വിശ്വസിച്ചിട്ട് ജീവിതം തകർന്നു പോയ എത്ര പേരുണ്ട് ഇതിൽ, അല്ലേ? ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന അനേകം മക്കൾക്ക് മനുഷ്യരിൽ നിന്ന് വേദന ഉണ്ടായിട്ടില്ലേ? നിങ്ങളെ സ്നേഹിച്ചവരെന്ന് തോന്നിയവരിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ വേദനകളും സഹനങ്ങളും ഉണ്ടായിട്ടുള്ളത്. കാരണം മനുഷ്യൻ അങ്ങനെ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല, അവനെ കൂടെ കൂട്ടാൻ പറ്റില്ല. അത്യാവശ്യം സംസാരിക്കാനും കൂടെ നിർത്താനും പറ്റും. പക്ഷെ അൾട്ടിമേറ്റായിട്ട് നമ്മൾ കൂടെ നിർത്തേണ്ടതും കൂടെ നടക്കേണ്ടതും കർത്താവിനെയാണ്, കർത്താവിൻ്റെ കൂടെയാണ്. എങ്കിൽ മാത്രമാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുന്നത്. കർത്താവാണ് കൂടെ വരുന്നത്, അവിടെ നിന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ ഉപേക്ഷിക്കുകയില്ല. നിയമാവർത്തനങ്ങളുടെ പുസ്തകം 31 6 തിരുവചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.